ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനമുണ്ടായി എന്നതാണ്. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം. പോലീസ് സ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, സ്ഫോടനം എത്ര തീവ്രമായിരുന്നു എന്നതിൻ്റെ സൂചനകളുണ്ടോ? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആദ്യ വിവരങ്ങൾ? യെസ്, ചെറിയ സാങ്കേതിക പ്രശ്നം. ഡൽഹി പ്രശാന്ത് വിഹാറിലാണ് തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം നടന്നത്. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം. അവിടെ പരിശോധന നടത്തുകയാണ്. എത്ര തീവ്രതയുള്ള സ്ഫോടനമാണ്, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഡൽഹി പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. ആദ്യ ദൃശ്യങ്ങൾ ആ സ്ഫോടന സ്ഥലത്തെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബൽറാം, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുമാർ, നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിലാണ് ഈ സ്ഫോടനമുണ്ടായത്. ഉച്ചത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. PVR സിനിമാസിന് സമീപം ഒരു പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് സ്ഫോടനം. സമീപത്തായി ഒരു സ്വീറ്റ് ഷോപ്പും ഉണ്ട്. പോലീസ് അടക്കമുള്ളവർ എത്തി ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ 11:48 ഈ സ്ഫോടനം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഫോറൻസിക് സംഘം, ഡൽഹി പോലീസിന്റെ ഫോറൻസിക് സംഘം അടക്കമുള്ളവർ പരിശോധന നടത്തുകയാണ്. ഈ സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായി ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസമാണ് ഡൽഹിയിൽ CRPF സ്കൂളിന് സമീപം സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. തുടർന്ന് ഇതിൽ സംശയാസ്പദമായ ആളുകളെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രശാന്ത് വിഹാറിൽ മറ്റൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ പ്രതികരണം നടത്തുക, ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. പാർക്കിന്റെ ബൗണ്ടറി മതിലിനോട് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്നും വെള്ളപ്പൊടി ഉൾപ്പെടെ കണ്ടെത്തിയതായാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതേ തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു തന്നെയായിരുന്നു നേരത്തെ CRPF സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് നടത്തിയ സ്ഫോടനത്തിലും ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യം സംബന്ധിച്ചുള്ള പ്രതികരണത്തിന്, ഔദ്യോഗികമായ പ്രതികരണത്തിന് കഴിയുക എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. മറ്റ് ഏജൻസികൾ, ഡൽഹി പോലീസിനപ്പുറത്തേക്ക് NIA അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായി ഈ മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള സമാന തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കും. വിജയകുമാർ. ബൽറാം, ഈ തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ CRPF സ്കൂളിന് മുന്നിൽ, അതിന് കുറച്ച് നാളുകൾ മുമ്പ് ഇസ്രായേൽ എംബസിയുടെ സമീപത്ത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തുടക്കത്തിൽ സമഗ്രമായ അന്വേഷണം, അതിൻ്റെ വിവരങ്ങളൊക്കെ വരുമായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഡൽഹി പോലീസിന് കിട്ടിയിരുന്നോ? ഈ ചെറു സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലം അത് വീണ്ടും അതിന് സമാനമായ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ നടന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി, പ്രശാന്ത് വിഹാറിലെ കാര്യം പ്രാഥമികമായി നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും നേരത്തെ ഉണ്ടായ ഈ ചെറു സ്ഫോടനങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നോ? വിജയകുമാർ, നേരത്തെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വളരെ നേരിയ സ്ഫോടനം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി തന്നെ പരിശോധന നടത്തുകയും, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ സ്ഫോടനം എന്ന ഒരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ഈ CRPF സ്കൂളിന് സമീപം നടത്തിയ സ്ഫോടനം, അതിന് സിഖ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. സിഖ് ഭീകര സംഘടനകൾ അടക്കമുള്ളവർ ഈ സ്ഫോടനത്തിൽ സംബന്ധിച്ച് ഉള്ള അന്വേഷണം അവരിലേക്ക് ഉൾപ്പെടെ പോലീസ്
പോലീസ് നടത്തിയിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. അതിനിടെയാണ് സമാനമായ രീതിയിൽ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത്, അധികം ജനശ്രദ്ധ ലഭിക്കാത്ത ഒരു പ്രദേശത്ത് മതിലിനോട് ചേർന്ന് നടത്തിയ സ്ഫോടനം, അതേ തരത്തിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഇവിടെയും നടത്തിയത്. നേരത്തെ ഉണ്ടായത് CRPF സ്കൂളിന്റെ മതിലിനോട് ചേർന്നായിരുന്നെങ്കിൽ ഇതൊരു പാർക്കിന്റെ മതിലിനോട് ചേർന്നാണ് സ്ഫോടനം. സമീപത്തായി കടകൾ ഉണ്ട്, PVR സിനിമാസ് എന്ന സിനിമാ തിയേറ്റർ അടക്കമുള്ളവ ഉണ്ട്. ജനങ്ങൾ കൂടുതലായി എത്തുന്ന പ്രദേശമാണ്. എന്നാൽ എല്ലായ്പ്പോഴും ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാത്ത ഒരു പ്രദേശം തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സമാനമായ സ്വഭാവമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സമാനമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനം എന്നുള്ളതാണ്. ഇതിൽ ഭീകര സംഘടനകൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം സംശയം എന്നുള്ളത് ഈ സിഖ് സംഘടനകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പങ്ക് എന്ന് സംബന്ധിച്ച് തന്നെയാണ് പോലീസിനുള്ളത്. ആ ഒരു ദിശയിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുണ്ടായ സ്ഫോടനം സംബന്ധിച്ചും അതേ സ്വഭാവത്തിലുള്ള സ്ഫോടനമായതുകൊണ്ട് ശരി ബൽറാം, എന്തായാലും പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. PVR സിനിമാ തിയേറ്ററിന് സമീപം ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിന് ആണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതിന്റെ വിവരങ്ങൾ ഡൽഹി പോലീസ് അല്പസമയത്തിനകം വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഔദ്യോഗികമായി അതിന്റെ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് കരുതുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.